4 എപ്പിസോഡ്സ് നമുക്ക് കാണാൻ പറ്റിയ ഇനി 2 എപ്പിസോഡ്സ് കാണാനുണ്ട്. അപ്പോൾ 28 ഇരുന്ന് കാണാം. ആൻഡ് ഇതുവരെ കണ്ടതിൽ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് കോമഡി ആവട്ടെ, ഒരു ഫാമിലി എൻ്റർടൈനർ ആയിട്ടുള്ളൊരു എപ്പിസോഡ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും 28 കാണാം. നല്ലായിരുന്നു. ഈവൻ നീരജേട്ടനും ഗൗരി ആവട്ടെ, അജുചേട്ടനാവട്ടെ, അവരുടെ അമ്മമാരായിട്ട് ചെയ്തിരിക്കുന്ന, ഫാമിലി ആയിട്ട് ചെയ്തിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അറിയാവുന്നതാണ്. ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതല്ലാതെ തന്നെ ഞാൻ നല്ല ഫ്ലോയിലാണിത് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് അതിനകത്തുള്ള ആ ഒരു കോമ്പിനേഷൻ, ലവിൻ്റെയും വീട് പണിയുടെയും കോമ്പിനേഷൻ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതതിൻ്റെ ടെൻഷൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് 4 എപ്പിസോഡാണ്. ഈ 2 എപ്പിസോഡ് കൂടെ ഉണ്ട് ഇറങ്ങി ഉടനെ കാണുന്നത്. നല്ല രസമുണ്ട്. പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. വീട് പണിയും ചെറിയ റൊമാൻസൊക്കെ ആയിട്ട് നീരജ് ഭയങ്കര രസമുണ്ട്. ഗൗരിയും നല്ല രസമുണ്ട്. അറ്റുവേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. അറ്റുവേട്ടൻ്റെ പേര് സലീം, അവരും നന്നായിട്ടുണ്ട്. പിന്നെ അച്ഛനമ്മമാരായിട്ട് അഭിനയിച്ചവരൊക്കെ നന്നായിട്ടുണ്ട്. ഓഫ്കോഴ്സ് വിഷ്ണു നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര റിലേറ്റബിളാണ്. ഹ്യൂമറൊക്കെ നല്ല രസമുണ്ട്. ഡ്രാമയും ഭയങ്കര രസമുണ്ട്. ഉടനെ ഇതുപോലെ ഹോട്ട്സ്റ്റാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം ഉണ്ടാവോ ഒരു വെബ് സീരീസ്? ആകെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിലേറ്റബിൾ ക്യാരക്ടർ ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആളുകൾ ഇഷ്ടപ്പെട്ട വടക്കൻ സെൽഫിയും സപ്തമശ്രീയിലൊക്കെ പോലെ ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ലൈക്കബിൾ ക്യാരക്ടറിനെ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് നമ്മളുടെ പ്രിവ്യൂവിൽ വിളിച്ചെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഹോട്ട്സ്റ്റാർ, ജിയോ ഹോട്ട്സ്റ്റാർ ആയതിനു ശേഷം വരുന്ന ആദ്യത്തെ സീരീസാണ്. അപ്പോൾ ഇതിൽ അജുവേട്ടൻ എന്നിവിടെ വരാൻ പറ്റിയില്ല. അജുവേട്ടൻ അതിനകത്ത് അഭിനയിച്ച മറ്റ് ആക്ടേഴ്സ് ഗൗരി, എൻ്റെ പേരായിട്ട് അഭിനയിച്ച ഗൗരി, ഇവരെല്ലാവരും ഇതൊരു എൻസെമ്പിൾ കാസ്റ്റിൻ്റെ പരിപാടിയാണ്. അപ്പം ഐ ഫീൽ മലയാളത്തിൽ ഈ ഒരു വർഷം ഞാൻ വീണ്ടും RDXന് ശേഷം ഒരു ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വോണ്ട് ടു ടെൽ പീപ്പിൾ ദാറ്റ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഈ വർഷം മലയാളത്തിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ ഫോക്കസ് ചെയ്യാണ്. എന്താ പറയുക, ഹ്യൂമർ, അതുപോലെ ആൾക്കാർ ഇഷ്ടപ്പെട്ട എൻ്റെ പഴയ വേഷങ്ങൾ പോലുള്ള കഥാപാത്രങ്ങൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. താങ്ക് യു. വെബ് സീരീസ് ആണ്. ഞങ്ങളൊരു 3-4 എപ്പിസോഡ് കണ്ടു. നല്ല രസമുണ്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റൊമാൻസ് ഉണ്ട്. ഈവൻ നീരജിൻ്റെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല രസമാണ്. നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നൈബർഹുഡിൽ എന്ത് നടക്കണോ അത് തന്നെയാണ് ഈ സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര നന്നായിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നമ്മളിവിടെ ഇപ്പോൾ മൊത്തം അല്ല നമ്മളെ കാണിച്ചതെങ്കിൽ പോലും ഞാൻ മൊത്തം കണ്ടതാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവരും കാണുമ്പോൾ ഇഷ്ടമാവും. എല്ലാവരും കാണണം ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ. താങ്ക് യു. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ക്യാരക്ടേഴ്സ് ഭയങ്കര ഫേവറേറ്റ്. ഇപ്പോൾ നീരജേട്ടനാണെങ്കിലും അജുചേട്ടനാണെങ്കിലും, അജുചേട്ടനെ ഇവരുടെ രണ്ടുപേരും പെർഫോമൻസ് ഭയങ്കര ഒരു ഫേവറേറ്റ് ആക്കും ഓഡിയൻസിനെ. എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇനി വരാനിരിക്കുന്ന 2 എപ്പിസോഡുകൾക്ക് വെയിറ്റിംഗ് ആണ്. എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. രഞ്ജിത്തേട്ടനെ പോലുള്ളൊരു പ്രൊഡ്യൂസർ ഇത്തരത്തിലുള്ള നല്ല രസമുള്ളൊരു ഫാമിലിക്ക് റിലേറ്റ് ആവുന്നൊരു കണ്ടൻറ്റ് കൊണ്ടുവന്നു. വിഷ്ണു അത് നന്നായിട്ട് ചെയ്തു. ഇതിലെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും എനിവേ ഓൾ ദി ബെസ്റ്റ് എല്ലാ ടീമും. ഓക്കെ. ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് മിസ്സായി എനിക്ക്. പക്ഷെ എന്നാൽ പോലും സെക്കൻഡ് തേർഡൊക്കെ ഭയങ്കര രസമായിട്ടിരുന്ന് കാണാൻ പറ്റി. ക്യാരക്ടേഴ്സ് ഭയങ്കര രസമുണ്ട്. എന്തോ നല്ല രസമുണ്ട്. നീരജിനെ യൂഷ്വലി കാണുന്നതിലും മീറ്ററിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരജിൻ്റെ പെർഫോമൻസൊക്കെ, നീരജും ഗൗരിയും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അജുവേട്ടനും ആലും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ചെയ്യാൻ കുറച്ചായിട്ടും ഉണ്ട്. അവരുടെ ക്യാരക്ടർ ഡെഫിനേഷനൊക്കെ നല്ല രസമുണ്ട്. നല്ല ഫണ്ണായിട്ട് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീരീസാണ്. യെസ്, ഐ എം എക്സൈറ്റഡ്. എനിക്ക് ആക്ച്വലി ആ ഫസ്റ്റ് എപ്പിസോഡ് ഒന്നുകൂടി കാണണം. പക്ഷെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറിയാം, അജുവേട്ടനും നീരജും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആണ്. ഒരിക്കലും ബോറടിക്കാതെ നല്ല രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് എവറി എപ്പിസോഡ് വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. കൺഗ്രാറ്റ്സ് വിഷ്ണു.
എല്ലാവർക്കും. നീരജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന, നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് പണി എന്നൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ ഒരു സാധനങ്ങളില്ല. അപ്പോൾ കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഒരു ഫണ്ണായിട്ടുള്ളൊരു വെബ് സീരീസാണ്. ഇപ്പോൾ 4 എപ്പിസോഡ്സ് കണ്ടു, ഇനിയും എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ കാണാൻ വെയിറ്റ് ചെയ്യാൻ ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ 28-ാം തീയതി സ്ട്രീം ചെയ്യും. അപ്പോൾ കാണാൻ വെയിറ്റ് ചെയ്യും. പറഞ്ഞൊക്കെ ഇഷ്ടമായോ? എനിക്കിഷ്ടമായി, കുറച്ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഒരു ഫൺ. പിന്നെ ഞാനൊരു വീട് വെച്ചു, ദീപകേട്ടൻ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഏകദേശം സിമെൻറ്റ്, ടൈൽസ്, പെയിൻറ്റ് എന്നൊക്കെ ഉള്ളൊരു വേർഡ്സ് നമ്മുടെ വീട്ടിലിപ്പം ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു, രസമുണ്ട്, അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട്. നീരജിന് ഭയങ്കര രസമായിട്ടുണ്ട്. നീരജിൻ്റെ വർക്കായിട്ടുണ്ട്. പിന്നെ അജുവിൻ്റെ പെർഫോമൻസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അജു കുറേ സിനിമകൾ കുറച്ച് സീരിയസ് റോളുകളാണ്. അപ്പം ഒരു നമ്മൾ ഇഷ്ടപ്പെട്ടൊരു അജു ഉണ്ടല്ലോ, കുറച്ച് ഒരു ഹ്യൂമർ, ഭയങ്കര രസമുള്ള ഹ്യൂമറും പിന്നെ ഭയങ്കര രസമുള്ള പ്രേമൊക്കെ, അജുവിൻ്റെ പ്രേമൊക്കെ ഭയങ്കര രസമുണ്ട്. അജു നമ്മുടെ ആനും തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ ഭയങ്കര, അതെ, കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. അജുന് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീരജും ഭയങ്കര നന്നായിട്ടുണ്ട്. ഗൗരി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പാരൻസായിട്ട് അഭിനയിച്ച 4 പേര് അവർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആനന്ദ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. എനിക്കൊന്നും പൊന്മാന്റെ മുമ്പ് ഇതെന്ന് തോന്നുന്നു, പക്ഷെ ഭയങ്കര ഡിഫറെന്റ്, നല്ല രസം, അടിപൊളി പെർഫോമൻസ്, നല്ല ആക്ടറാണ്. പുതിയ ആൾക്കാർ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല രസമായിട്ട്. പിന്നെ ഉറപ്പായിട്ടും ഈ ആക്ടേഴ്സൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഡയറക്ടർ കഴിവാണല്ലോ, അത് ഭയങ്കര അടിപൊളിയായിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ എല്ലാ എനിക്ക് വാശി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല, OTT കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതായത് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷനും കറക്റ്റായിട്ട് എഴുതുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലേ, തോന്നുന്നു. കാരണം ഭയങ്കര ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ അവർ നോട്ടീസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിലുണ്ട്. ഇതിൽ തന്നെ മറ്റേ ഫസ്റ്റ് തന്നെ മറ്റേ അവിടെ ഒരു ഫ്രിഡ്ജിന് താഴ്ന്ന് വെള്ളം വരുന്നത് തുടയ്ക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർ നോട്ടീസ് ചെയ്തിട്ട് നമുക്ക് പലപ്പോഴും ഇതൊക്കെ കണ്ട അനുഭവം ഉണ്ടല്ലോ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയുണ്ട്.